പലപ്പോഴും ബാങ്കിലോ ഏതെങ്കിലും ഓഫീസിലോ പോകുന്ന സമയത്ത് പലരും പുറത്ത് ചെരുപ്പ് ഊരിയിട്ടേക്കുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ഏതെങ്കിലും വലിയ ഓഫീസറുടെ റൂമിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചെരുപ്പ് പുറത്ത് അയച്ചു വെച്ച് കയറുന്നതും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ബാങ്കുകളിലോ ഓഫീസിലോ പോകുമ്പോൾ ചെരുപ്പ് അയച്ചു വെക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ച സംശയമാണ്. പൊതുവെ ആരോഗ്യപരമായ കാര്യമല്ലെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബാങ്കിൽ ചെല്ലുമ്പോഴോ ഇവിടെ എല്ലാം തന്നെ നമ്മൾ ചെല്ലുന്ന ആൾക്കാർ കസ്റ്റമേഴ്സിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അല്ലാതെ അവിടെ ഇരിക്കുന്ന ഓഫീസറിനല്ല. അവരെല്ലാം പബ്ലിക് സെർവൻ്റ് ആണ്. പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള പബ്ലിക്കിനെ സേവിക്കാനായിട്ട് ഇരിക്കുന്നവർ. അവരുടെ മുമ്പ് പോകുന്ന സമയത്ത് പലരും വിനീതം പിള്ളയായിട്ട് പുറമെ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറുന്നതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിൽ ഏതൊരു ഓഫീസുകളിലോ അല്ലെങ്കിൽ ബാങ്കിലോ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെരുപ്പിട്ട് തന്നെ അകത്ത് പ്രവേശിക്കാം. ഇപ്പോൾ അകത്ത് കൂടുതൽ തിളങ്ങുന്ന മിനുസമായ പ്രതലമാണെങ്കിലോ ഇല്ലെങ്കിൽ മറ്റു പല സാഹചര്യമുണ്ടെങ്കിലോ ചെരുപ്പ് പുറത്തു വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻസും നിലവിലില്ല. ഇനി അങ്ങനെ പുറത്ത് വയ്ക്കേണ്ട പല സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചെരുപ്പ് പ്രത്യേകിച്ച് പുറത്ത് വയ്ക്കുന്നതിനായിട്ടുള്ള ഷെൽഫുകളോ ഇല്ലെങ്കിൽ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലത്തുള്ള ആൾക്കാരോ എന്തായാലും ഉണ്ടാവും. പലപ്പോഴും ഓഫീസുകളിലോ ബാങ്കുകളിലോ പോയിട്ട് ആൾക്കാർ ചെരുപ്പ് പുറത്ത് ഊരിയിടുന്നതിൻ്റെ കാര്യം എന്തെന്നറിയോ? ആദ്യം ചെല്ലുന്ന ഒരു വിനീതം പുള്ള പതുക്കെ അവിടെ ചെരുപ്പ് അങ്ങ് ഊരിയിടും. ഈ ഒരാളിൻ്റെ ചെരുപ്പ് കാണുന്ന സമയത്ത് പിന്നെ ചെല്ലുന്ന പലരും അവിടെ ചെരുപ്പ് ഊരിയിടാൻ തുടങ്ങും. ഇങ്ങനെയാണ് പലരും അവിടെ ഈ ചെരുപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതല്ലാതെ നോർമലി ചെരുപ്പ് ഊരിയിടേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങളോട് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഓഫീസർ ചെരുപ്പ് ഊരിയിടാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പ് വയ്ക്കാനുള്ള സ്ഥലം അവരോട് കാണിച്ചു തരാൻ പറയുക. ചെരുപ്പ് വയ്ക്കാൻ ഒരു സ്ഥലമില്ല, സൈഡിലാണ് ഊരിയിടാൻ പറയുന്നതെങ്കിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനോട് ചെരുപ്പിന്റെ ഉത്തരവാദിത്വം എടുത്ത് ഒരു ടോക്കൺ തരാൻ പറയുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വില കൂടിയ ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ ആരിതിന് മനസ്സമാനം പറയും? ഇനി ഇതിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭാഗം പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ബാങ്കുകൾക്കകത്തെല്ലാം പോകുമ്പോൾ ചെരുപ്പിടാതെ പോയി കഴിഞ്ഞിരുന്നാൽ അവിടെയുള്ള ഒരുപക്ഷെ ആൾക്കാരുടെ ഇപ്പോൾ പേപ്പറിൽ നിന്ന് ഇളകി വീഴുന്ന മുട്ടുപിന്നോ ഇല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ ഇല്ലെങ്കിൽ സ്റ്റാപ്ലർ പിന്നോ എല്ലാം ഇളകി വീണ് നിലത്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് പാദത്തിൽ ചെറിയ മുറിവുകൾ പിടിപെടുന്നതിനോ മാത്രമല്ല ചെരുപ്പിടാതെ പോകുന്നത് പ്രത്യേകിച്ച് ന്യൂറോപ്പതി പ്രോബ്ലം ഉള്ള ആൾക്കാർ, വയസ്സായിട്ടുള്ള ആൾക്കാർ, പ്രമേഹ രോഗികളിലെല്ലാം തന്നെ പലപ്പോഴും ഈ ഉള്ളംകാലിൽ സെൻസേഷൻ കറക്റ്റായിട്ട് കിട്ടാത്തൊരു സാഹചര്യം വരികയും ചെയ്യും. പലപ്പോഴും വയസ്സായിട്ടുള്ള ആൾക്കാർ നമ്മൾ സ്ട്രാപ്പുള്ള പിടിച്ചു കിടക്കുന്ന ചെരുപ്പുകൾ ഇടുന്നതിന് കാരണം ഈ പാദം കറക്റ്റായിട്ട് അവർക്ക് നിലത്ത് വെച്ച് നടക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ചെരുപ്പ് ഊരി ഇടുന്നതിൻ്റെ ഒരാവശ്യം ഇന്ത്യയിൽ ഈ ഒരു സാഹചര്യങ്ങൾ നിലവിലില്ല. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.